ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടുന്ന 6 അല്ലെങ്കിൽ 5 മാർഗ്ഗങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അധികം പേരും കേട്ട് കാണില്ല. ഒരു മാർഗ്ഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ബാക്കിയുള്ളതൊന്നും നമ്മൾ അത്രത്തോളം കേട്ട് കാണാത്ത സംഭവങ്ങളായിരിക്കും. അപ്പോൾ എന്തായാലും തുടക്കം മുതൽ ഒടുക്കം വരെ ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങൾ പലരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള ആദ്യത്തെ മാർഗ്ഗം, ടോട്ടലായിട്ട് 5 മാർഗ്ഗങ്ങളാണ് ഇതിനുള്ളത്. ഇതിൽ ആദ്യത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗൂഗിൾ ആഡ്സെൻസ്. ഗൂഗിൾ ആഡ്സെൻസ് വഴി നമുക്ക് പണമുണ്ടാക്കാം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിന് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 സബ്സ്ക്രിപ്ഷനും അതുപോലെ കഴിഞ്ഞ 365 ഡേയ്സിനുള്ളിൽ നമുക്ക് 4000 വാച്ച് അവർ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ പലർക്കും ഡൗട്ടാണ്. 365 എന്ന് പറയുമ്പോൾ ഒരു വർഷം അല്ലേ, ഒരു വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുഴപ്പമില്ല, കഴിഞ്ഞ 365 ഡേയ്സ് എന്നാണ് പ്രത്യേകമായിട്ട് തന്നെ യൂട്യൂബ് പറയുന്നത്, അല്ലാതെ ഒരു വർഷത്തിനുള്ളിൽ എന്നുള്ളതൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് 2013 തുടങ്ങിയതായാലും 2018 20 എത്രയായാലും അത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അതിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും 4000 വാച്ച് അവർ എന്നാവുന്നോ അന്ന് മാത്രമേ നമുക്ക് ആഡ്സെൻസിൽ അപ്രൂവ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതായത് 1000 സബ്സും അതുപോലെ 4000 വാച്ച് അവറും എന്നാവുന്നോ അന്ന് നിങ്ങൾക്ക് റിവ്യൂ പ്രോസസ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് അവരുടെ ക്രൈറ്റീരിയയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ ക്രൈറ്റീരിയയ്ക്ക് ഉള്ളിൽ വരുന്ന കാര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ്സെൻസ് അപ്രൂവ് കിട്ടുകയും നമ്മുടെ ചാനലിലെ വീഡിയോകളിൽ അവരുടെ ആഡ്സുകൾ റൺ ചെയ്യുകയും അതിലൂടെ നമുക്ക് വരുമാനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള മാർഗം. യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനുള്ള ആദ്യത്തെ മാർഗം ഇതാണ്. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം എന്താ, രണ്ടാമതായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പോൺസർഷിപ്പാണ്. ഈ സ്പോൺസർഷിപ്പ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് അത്യാവശ്യം സബ്സ്ക്രിപ്ഷനും അതുപോലെ വ്യൂസും ഒക്കെ വരുന്ന ഒരു തരത്തിലുള്ളൊരു റീച്ചിലെത്തിയാൽ മാത്രമേ നമുക്ക് ഈ സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റൂ. കാരണം ഇത് ഓരോ കമ്പനിക്കാരും അതുപോലെ ഷോപ്പ് ഉടമകളൊക്കെ അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് തരും, അത് നമ്മൾ റിവ്യൂ അല്ലെങ്കിൽ അൺബോക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾക്ക് മുമ്പിൽ ആ ഒരു പരസ്യം, അതിപ്പോൾ ഒരു ആപ്പിനെ കുറിച്ചിട്ടാണെങ്കിൽ പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ മാർഗം. ഈ മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഇത് ആമസോണിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി നമുക്ക് അത്യാവശ്യം ഒരു റീച്ചൊക്കെ എത്തിക്കാൻ, നമുക്ക് പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തരുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ സൈൻ അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്കതിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് അതായത് ആമസോണിലുള്ള പ്രൊഡക്റ്റുകളുടെ ലിങ്ക്, ആ ലിങ്ക് നമ്മളുമായിട്ട് ഒരു കോൺടാക്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്തു വെച്ച അക്കൗണ്ടുമായിട്ട്, നമ്മൾ ആ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്ത് വെച്ച അക്കൗണ്ടായിട്ട് നമുക്ക് അതിൽ തന്നെ നമുക്ക് ആ ലിങ്ക് കിട്ടും. ആ ലിങ്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിടുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു എമൗണ്ട് കിട്ടുന്നതാണ്. ഒരു കമ്മീഷൻ എന്നുള്ള തരത്തിൽ നമുക്ക് കിട്ടും ആമസോണിൽ നിന്നും. അപ്പോൾ അത് നമുക്ക് ഒരു 1200 സംതിങ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വിഡ്രോ ചെയ്യാൻ പറ്റും നമ്മുടെ അക്കൗണ്ടിലോട്ട്. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യം, $100 ആയിക്കഴിഞ്ഞാൽ, അതായത് ഒരു 7000 രൂപയോളം ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ ആ ഒരു ക്യാഷ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും, ഒരു 1200 രൂപയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ നിന്നും. അപ്പോൾ അതാണ് മൂന്നാമത് പറയാനുള്ള മാർഗം. ഇതൊരു നല്ലൊരു മാർഗ്ഗമാണ്, എല്ലാവർക്കും ചെയ്യാം. എത്ര സബ്സ് വേണം എന്നുള്ളത് നിർബന്ധമില്ല. ആളുകൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത് വാങ്ങണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ ഇതും ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും ചെയ്തു നോക്കുക. ഈ നാലാമതായിട്ട് പറയാനുള്ളത് ജോയിൻ എന്നാണ്. ജോയിൻ ബട്ടൺ നമ്മൾ ചില ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ജോയിൻ, അതായത് സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ ഇപ്പുറത്തായിട്ട് ജോയിൻ ബട്ടൺ കൂടി കാണാം. ഈ ജോയിൻ ബട്ടൺ നമുക്ക് ഒരു പെയ്ഡ് മെമ്പർഷിപ്പ് എന്നുള്ള തരത്തിൽ, അതായത് കുറച്ചും കൂടി
ഫീച്ചേഴ്സ് കൂടുതലുണ്ടായിരിക്കും. കമൻറ്റ് ചെയ്യാനുള്ള സെക്ഷനൊക്കെ, അല്ലെങ്കിൽ അവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ഒരു ഇത്രത്തോളം രൂപ, ഒരു 59 അല്ലെങ്കിൽ 150 ആ ഒരു റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ജോയിൻ ബട്ടൺ. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നടക്കൂ. അപ്പോൾ അങ്ങനെയുള്ള മെമ്പേഴ്സിന് മാത്രമേ ഇങ്ങനെയൊരു സാധ്യതയുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും പറ്റില്ല. നമുക്ക് ആഡ്സൻസ് ആദ്യം കിട്ടണം, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ നമുക്ക് ലഭ്യമാകണം, എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് 4ാമതായിട്ട് പറയാനുള്ള മാർഗം. ഈ 5ാമത്തെ മാർഗവും മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മർച്ചൻറ്റൈസേഷൻ എന്നാണ് ഇതിനെ പറയുക. അത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം വ്യൂവേഴ്സും സബ്സ്ക്രിപ്ഷനൊക്കെ ഉള്ള ചാനലുകളിൽ വീഡിയോകൾ വരുന്നൊരു കൺസോളില്ലേ, ആ കൺസോളിന് മുമ്പേ ആയിട്ട് നമുക്ക് ഒരുപാട് മർച്ചൻറ്റൈസേഷൻ, അവരുടെ പ്രൊഡക്റ്റുകൾ, ഒരു ഷർട്ടുകളും അതുപോലെ ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. വാങ്ങാൻ പറ്റുമെന്നുള്ള തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ചില മൈക്കുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മോണിറ്റൈസേഷൻ ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതും ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു കാര്യം, ഇതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷേ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അതുപോലെ സ്പോൺസർഷിപ്പൊക്കെ നമുക്ക് മോണിറ്റൈസേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏത് മാർഗ്ഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതെന്തായാലും എല്ലാവരും ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളും മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ചില മാർഗ്ഗങ്ങൾ, ചില കാര്യങ്ങളിലൂടെ നമുക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം. അതുവരേക്കും